സൃഷ്ടികളുടെ ശാശ്വത സമാധാനവും സർവസീമകളുടെയും ഭാഗങ്ങളുടെയും യഥാർത്ഥ ഐക്യവുമായ മിശിഹാ തമ്പുരാനേ, നീ സ്നേഹമാകുന്നു. സ്നേഹമെന്നു നീ സംബോധന ചെയ്യപ്പെടുന്നു. മറ്റെല്ലാ നാമങ്ങളെയും കാൾ ഈ നാമത്തിൽ നീ കൂടുതൽ സന്തുഷ്ടനാകുന്നു. ഇതിനാൽ മനുഷ്യസ്നേഹിയെന്നു നീ അറിയപ്പെടുന്നു. സ്നേഹത്തെ സ്വയത്തമാക്കിയവരെ നീ ആദരിക്കുന്നു. കുരിശിൽ വെച്ച് ശത്രുതയാവുന്ന വേലി പൊളിച്ചു കളഞ്ഞുകൊണ്ട് നിന്റെ രക്തത്താൽ ആകാശത്തിലും ഭൂമിയിലുമുള്ളവയെ നീ സ്വീകാര്യ ബലിയും പരിമളവാസനയുമായി നിന്നെ തന്നെ അർപ്പിച്ചു. സ്വയംഭൂവായ നിന്റെ ദൈവത്വത്തിൻ്റെയും കാലത്തിലുള്ളവായ നിന്റെ മനുഷ്യത്വത്തിൻ്റെയും അഭേദ്യമായ യോജിപ്പ് മൂലം കോപത്തെ നീക്കി സ്വർഗത്തെയും ഭൂമിയെയും നീ സംയോജിപ്പിച്ചു. അതിനാൽ ദൂരസ്ഥരെയും സമീപസ്ഥരെയും നീ വിളിച്ച് നിന്റെ ദിവ്യസ്നേഹത്തിൻ്റെയും അനാദിന്യമായ രാജ്യാവകാശത്തിൻ്റെയും ഐക്യത്തിൽ അവരെ നീ ബന്ധിച്ചു. പ്രധാന മാലാഖയുടെ ആശംസ മൂലം കന്യകയായ മാതാവിനോട് നിന്റെ ഗർഭധാരണത്തെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് ലോകത്തോട് രമ്യതയും സമാധാനവും നീ പ്രസംഗിച്ചു. നിന്റെ മാതാവ് നിന്റെ മുന്നറിയിപ്പുകാരനായ യോഹന്നാന്റെ മാതാവായ എലിശബായെ സമാധാനാശംസയോടെ സന്ദർശിച്ചു. നിന്റെ സമാധാനത്തിൻ്റെ സന്തോഷം കൊണ്ട് യജമാനന്റെ സാന്നിധ്യത്തിൽ ദാസനെപ്പോലെ അവൻ നിന്റെ സന്നിധിയിൽ കുതിച്ചു ചാടി. നിന്റെ ജനനദിവസം ഇടയന്മാർക്ക് സമാധാനം അറിയിച്ചു. സ്തുത്യർഹമായ നിന്റെ ഉയർപ്പിനെ അറിയിച്ച സ്ത്രീകൾക്കു നീ സമാധാനം നൽകി. വിശുദ്ധ സ്നേഹന്മാർ കൂടിയിരുന്ന മാളികയിൽ സമാധാനപൂർവം പ്രവേശിച്ച് നിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവരെ സ്ഥിരചിത്തരാക്കി. നിന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് നീ ആരോഹണം ചെയ്തപ്പോൾ നിന്റെ സ്നേഹന്മാർക്ക് നീ സമാധാനം നൽകുകയും എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാകുന്നു എൻ്റെ കൽപ്പന എന്ന് അവരോട് അരുളി ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷകാ, ഈ സ്നേഹം ഞങ്ങൾക്കായി കാത്തുകൊള്ളണമേ. അതിനാൽ ഞങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ നീ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കണമേ. നിന്റെ സ്നേഹം ഞങ്ങളിൽ നിന്ന് ഭിന്നതകളും തർക്കങ്ങളും അകറ്റണമേ. നിന്റെ സ്നേഹം നിന്റെ ജീവപ്രദമായ കൽപ്പനകൾ ആചരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങൾ സമാധാനത്തിൻ്റെയും രമ്യതയുടെയും സന്താനങ്ങളാകണമേ. സമാധാനത്താൽ ആത്മപാലകരെയും അജഗണത്തെയും രഞ്ജിപ്പിക്കണമേ. നിന്റെ സമാധാനം മൂലം ആചാര്യന്മാരെ കൂദാശകളാൽ ആനന്ദിപ്പിക്കണമേ. നിന്റെ സമാധാനത്താൽ സഭയെയും അവളുടെ സന്താനങ്ങളെയും പരിപൂർണരാക്കണമേ. തിരുസഭയെ നീ നയിക്കുകയും നിന്നിൽ നിന്നുള്ള പ്രശാന്തതയാൽ അതിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. അതിൻ്റെ മക്കളെ നീ സന്തോഷിപ്പിക്കണമേ. അതിൽ നിന്നും അകന്നു നിൽക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ. സമാധാനത്താൽ ശുശ്രൂഷികളെ പ്രശോഭിതരാക്കുകയും പാലകന്മാരെ ഐക്യമത്യമുള്ളവരാക്കുകയും ചെയ്യണമേ.
കോപിച്ചിരിക്കുന്നവരെ നീ രമ്യപ്പെടുത്തണമേ. ദുഃഖിതരെ സന്തോഷിപ്പിക്കണമേ. നിർദയരായ അധികാരികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ നോമ്പും നമസ്കാരവും കൈക്കൊള്ളണമേ. കരുണയും പാപമോചനവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴണമേ. നിന്നോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സുസ്ഥിരമാക്കണമേ. സമാധാനത്തിൻ്റെ ഉടയവനായ നിന്നെയും നിന്റെ പിതാവിനെയും സത്യസ്നേഹം പരിപൂർണമാക്കുന്ന നിന്റെ റൂഹായെയും ഞങ്ങൾ എന്നേക്കും സ്തോത്രം ചെയ്യുവാൻ ഇടയാക്കണമേ.